എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത്. അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടിയിട്ട് പേരക്കുട്ടിയപ്പോളാ പറഞ്ഞ, അമ്മ ഞാനിവിടെ ഉണ്ട്, എന്നെ രക്ഷിക്കണോന്ന്. കുട്ടീന്റെ ചെറുവിരല് കിട്ടി, അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ഇവരിന് രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ. ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ സുഖിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണിന്ന് വെള്ളം ഒഴുക. അതിന്റെ കാലിനോട്ട് നേരം വെളുക്കുന്നേരെ കിടന്നു. ഞങ്ങള് ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് എനിക്ക് സങ്കല്പിക്കാൻ